ഹലോ ഫ്രണ്ട്സ്, വളച്ചുകെട്ടില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? 34 ഇഞ്ച് ചെസ്റ്റിന്റെ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള മോഡേൺ ബ്ലൗസ് ആണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അതിനായി 1 മീറ്റർ ബ്ലൗസ് പീസും 1 മീറ്റർ ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ബ്ലൗസിന്റെ ബാക്ക് സൈഡ് മെഷർമെന്റ്സ് എടുക്കാനായി ലൈനിങ്ങിൽ സൈഡ് ഓപ്പൺ വരുന്നത് പോലെ രണ്ടായി മടക്കി വെക്കുക. തയ്യൽ തുമ്പും കൂട്ടി ബ്ലൗസിന്റെ നീളം 15 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി 34നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 5.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ വിഡ്ത്തായി കൊടുക്കുന്നത്. അതുപോലെ 5.5 ഇഞ്ച് തന്നെ ഞാൻ താഴേക്കും മാർക്ക് ചെയ്യുന്നു. ഇവിടെയും ടേപ്പ് വെച്ച് 5.5 ഇഞ്ച് തന്നെയാണോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് അളവാണ്. 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8.5 ആണ് നമുക്ക് ചെസ്റ്റ് അളവായി കിട്ടുന്നത്. പക്ഷേ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഹുക്സിന്റെ പടി വയ്ക്കാൻ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നു. ആം ഹോളിനായി ഈ കോർണറിൽ നിന്നും 1.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നെക്കിന്റെ വിഡ്ത്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 2.25 ഇഞ്ചാണ് ഞാൻ നെക്ക് വിഡ്ത്തായി മാർക്ക് ചെയ്യുന്നത്. അതേപോലെ താഴേക്ക് 6 ഇഞ്ച് നെക്കിന്റെ ലെങ്തായി ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ താഴെ ഇവിടെയും 2.25 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നു. അരവണ്ണം മാർക്ക് ചെയ്യാം. 30 ഇഞ്ചാണ് അരവണ്ണം. 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 7.5ന്റെ കൂടെ ഡാർട്ട് അടിക്കാൻ ഒരു 1/2 ഇഞ്ചും ഹുക്സിന്റെ പടി അടിക്കാൻ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ചെസ്റ്റിലെയും വേസ്റ്റിലെയും പോയിന്റുകൾ ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ബാക്കിൽ പൊങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ ഡാർട്ട് അടിക്കുന്നത്. അതിനായി ഞാനിവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഡാർട്ടിന്റെ നീളം 3 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴത്തെ ഈ പോയിന്റുകളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ലൈനിന്റെ 2 സൈഡിലും 1/4 ഇഞ്ച് വീതം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഡാർട്ടിന്റെ വിഡ്ത്താണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. ബാക്ക് സൈഡിലെ മെഷർമെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പറയാം. 15 ഇഞ്ച് നീളം, 8.5 വേസ്റ്റ് അളവ്, 5.5 ഷോൾഡർ വിഡ്ത്ത്, 5.5 ഇതേപോലെ താഴേക്ക്, ചെസ്റ്റ് അളവ് 9 + 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച്, നെക്ക് ലെങ്ത് 6 ഇഞ്ച്, ഇവിടെയും 2.25 ഇഞ്ച്, ആം ഹോൾ 1.25 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, ഡാർട്ടിന്റെ ലെങ്ത് 3 ഇഞ്ച്, ഡാർട്ടിന്റെ വിഡ്ത്ത് 1/2 ഇഞ്ച്. മോഡേൺ ബ്ലൗസ് ആയതുകൊണ്ട് ഇനി പറയുന്ന മാർക്കുകൾ ശ്രദ്ധിച്ചോളൂ. ഷോൾഡറിൽ നിന്നും 4.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ലൈനിൽ നിന്നും 2 ഇഞ്ച് ഞാൻ വിഡ്ത്തായി മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ബാക്ക് സൈഡിലെ മെഷർമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം വരച്ച മാർക്കുകളിൽ കൂടി തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. വീഡിയോയിൽ പറയുന്ന മെഷർമെന്റ്സ് എല്ലാം അതുപോലെ കൃത്യമായി അടയാളപ്പെടുത്തി നിങ്ങൾ ബ്ലൗസ് തയ്ച്ചു നോക്കൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് എന്തായാലും കിട്ടാതിരിക്കില്ല. നെക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു സ്ലോപ്പ് വരച്ചു കൊടുത്തു. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു സ്ലോപ്പ് വരച്ചു കൊടുത്തു. ഇനി കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അതിനായി ലൈനിങ് തുണി ഇതുപോലെ രണ്ടായി മടക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡും ആയിട്ടാണ് ലൈനിങ് തുണി വരേണ്ടത്. ക്ലോസ്ഡ് ആയ ഭാഗത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്ലൗസിന്റെ ബാക്ക് പോർഷൻ വെച്ച് ഇതുപോലെ ട്രേസ് ചെയ്ത് എടുക്കുക. ഇനി താഴെ ഞാൻ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോൾ ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷനിലെ നീളത്തിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഇതുപോലെ 3/4 ഇഞ്ച് കൂട്ടി വരച്ചിരിക്കുന്നത്. ഇനി ബസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനായി ഷോൾഡറിൽ നിന്നും ഞാൻ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ അതേ ലൈനിൽ നിന്നും ഇവിടെ നിന്ന് നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി താഴെയും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കാം.
ഈ ഒരു പോയിന്റിൽ നിന്നും ആം ഹോളിൻ്റെ നടുവിൽ തന്നെ ടാപ്പ് വെച്ച് നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു ലൈനിൻ്റെ 2 സൈഡിലായി ഞാൻ 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഷോൾഡറിൽ നിന്നും നമുക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്നും ഞാൻ 2 ഇഞ്ച് ഡാർട്ടിനായി മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ശ്രദ്ധിക്കണം, താഴെ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരയ്ക്കേണ്ടത്. കട്ട് ചെയ്യേണ്ട ലൈനാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ 2 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് യോജിപ്പിച്ചെടുക്കാം. ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോൾ സൈഡിൽ തൂങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാനായി നമുക്ക് ഇവിടെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അങ്ങനെ ഏകദേശം മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഡാർട്ട് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ ലൈനിൽ കൂടി തന്നെ വേണം കട്ട് ചെയ്യാൻ. ഇനി ബാക്ക് പോർഷൻ എടുത്ത് അവസാനം നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗം കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്ത ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷൻ്റെ മേലെ ഇതുപോലെ നെക്കിന് ലെവലായി വെച്ച് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോളൂ, ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ഫ്രണ്ട് പോർഷൻ, ഇതാണ് ഫൈനൽ ബാക്ക് പോർഷൻ. ഇനി ഒറിജിനൽ ബ്ലൗസ് പീസ് 2ആയി മടക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പോർഷൻ അതിനു മേലെ വെച്ച് എല്ലാ വശത്തു നിന്നും ഞാൻ 1/2 ഇഞ്ച് വീതം വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് പോർഷനും 1/2 ഇഞ്ച് വീതം വിട്ടിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. സ്ലീവിനായി 11 ഇഞ്ച് നീളവും 5.5 ഇഞ്ച് വീതിയുമുള്ള 2 തുണികളാണ് ഞാൻ കട്ട് ചെയ്തത്. സ്ലീവ് എങ്ങനെ തയ്ക്കാമെന്നുള്ള ഡെമോയാണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെയാണ് നമുക്ക് ഫൈനലായിട്ട് സ്ലീവ് കിട്ടുന്നത്. ഫ്രണ്ട് പോർഷൻ തയ്ച്ചു കഴിഞ്ഞ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ ആണിത്. ഇതുപോലെ 2 സൈഡും നമ്മൾ ഞെറിയിട്ട് കൊടുത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നു. അത്രേ ഉള്ളൂ കട്ടിങ്. ഇനി സ്ലീവിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.